കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പ്രതിഷേധം. വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 50-ലേറെ പേർ വില്ലേജ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപനം വൈകുകയാണ്, സർക്കാർ ലിസ്റ്റിൽ പേരില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധം. 2 ദിവസം മുൻപ് പ്രതിഷേധക്കാർ വില്ലേജ് ഓഫീസ് പൂട്ടിയിടുകയും സ്ഥലത്തെത്തിയ തഹസിൽദാർ ഉൾപ്പെടെ ഉള്ളവരെ തടയുകയും ചെയ്തിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കാനോ ഇവർക്ക് ആനുകൂല്യങ്ങൾ നൽകാനോ യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഈ സമരം ഏതറ്റം വരെയും പോകാൻ ഇവിടുത്തെ ജനങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഇന്ന് ഈ വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടക്കുന്ന സമരം ഒരു അനിശ്ചിതകാല സമരം എന്ന നിലയ്ക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ഈ ഓഫീസിന് ഉള്ളിൽ ഉള്ള വില്ലേജ് ഓഫീസറെയും ഉദ്യോഗസ്ഥന്മാരെയും പുറത്തുവിടാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ദൃശ്യ പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ദൃശ്യ, എന്താണ് വിലങ്ങാട്ട് നടക്കുന്നത്? ജിംസ്, ഏറെക്കാലമായി ഇവർ ആവശ്യപ്പെടുന്ന ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലും അവർക്ക് ഈ ഒരു ഉപരോധത്തിലേക്ക് കടക്കേണ്ടി വരുന്നത്. കാരണം ഈ ഒരു മഴ തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ വിലങ്ങാട് നിന്ന് 50ഓളം കുടുംബങ്ങളെ ഈ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടി വന്നിരുന്നു, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ടി വന്നിരുന്നു. അവിടെ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ ഉള്ള ആളുകളാണ്, 50-ലേറെ കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസിന് മുന്നിൽ, വിലങ്ങാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉപരോധം ഇരിക്കുന്നത്. രാവിലെ ഉപരോധിച്ച വില്ലേജ് ഓഫീസ് ഉപരോധിച്ച ഇവർ പിന്നീട് പന്തൽ കെട്ടി വില്ലേജ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അനിശ്ചിതകാലത്തേക്ക് സമരം തുടരാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവരുടെ ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. കൂടാതെ സർക്കാർ പ്രഖ്യാപനങ്ങൾ വൈകുന്നു. ഈ പുറത്തിറക്കിയ ലിസ്റ്റിൽ ദുരിതബാധിതരിൽ പലരുടെയും പേരിൽ എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇവർ ഉപരോധം നടത്തുന്നത്. അനിശ്ചിതകാലത്തേക്ക് ഉപരോധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇവിടെയുള്ള ദുരിതബാധിതർ ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ വില്ലേജ് ഓഫീസ് പൂട്ടിയിട്ട് ഉപരോധിച്ചിരുന്നു. തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞുകൊണ്ടായിരുന്നു ഉപരോധം മുന്നോട്ട് പോയത്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഇവിടെയുള്ള വില്ലേജ് ഓഫീസറെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പുറത്തു വിടില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പന്തൽ കെട്ടി കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. ശരി ദൃശ്യം.